മെനക്കേട് ഇതിൻ്റെ പണി. പക്ഷെ തോരൻ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്ലീൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ സുഖം. ഈ റോഡ് സൈഡിലൊക്കെയുള്ള വീടുകളിൽ അവിടെ നൊബിയുടെ അവിടെ കൊടുത്ത് ഇടിച്ചക്ക പാകത്തിന് ചക്ക. ഞാൻ ഫ്രണ്ടിൽ നിൽക്കണ പ്ലാവേൽ മുകളിൽ കിടന്ന മൊത്തം കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെയൊക്കെ റോഡ് സൈഡ് ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ ചോദിച്ചു വരുമെന്നേ. ഇവിടെ നമ്മുടെ ഉള്ളിലേക്കായതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അങ്ങനെ വരാത്തത്. ഇവിടെ അങ്ങനെ ആരും വരവൊന്നുമില്ല. ഈ ചൂടത്ത് ഇങ്ങനെ ചക്ക നന്നാക്കൽ ഒട്ടും എളുപ്പമല്ല കേട്ടോ. ഒന്നാമത്തെ ഈ ചൂട് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടിപ്പോ. ഇതിലും ചറവുണ്ട്. ചറവുണ്ട്. ആ അതെ 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 വിളഞ്ഞീനില്ലാത്ത ചക്ക നീ പറഞ്ഞില്ലേ നാളെ. ആ അത് നടണം. അത് എന്നാണെങ്കിലും നല്ല ഇതാ വിളഞ്ഞീനില്ലാത്ത. ഇപ്പം കണ്ടോ കയ്യിൽ വെളിച്ചെണ്ണ തൂത്തേച്ചാൽ വന്നിട്ട് കണ്ടില്ലിരിക്കുന്നത്. ഇതാണ് ഈ ചക്കപ്പണിയുടെ ഏറ്റവും വലിയ പങ്കപ്പാട്. വിരലും നഖവും എല്ലാം വൃത്തികേടാവും. എത്ര വെളിച്ചെണ്ണ തൂത്താലും ഇതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ചക്കയിട്ട് അത് നന്നാക്കി ഒരുക്കി കറി വെച്ച് വരുമ്പോഴേക്കും സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല സമയം പോകും കേട്ടോ. പക്ഷെ അമ്മ അത് പെട്ടെന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഇടിഞ്ചക്കയൊക്കെ ആകുമ്പോഴേക്കും അതിന് നല്ലോണം ചറം ഉണ്ടാവും. ചറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതിൻ്റെ അരക്കെന്ന് ചില സ്ഥലത്ത് പറയും, നമ്മൾ വെളിഞ്ഞിന്നൊക്കെ പറയും. അതിങ്ങനെ മാറ്റി മാറ്റി ഓരോ തവണ മാറ്റി മാറ്റി വേണം നമ്മളത് മുറിച്ചെടുക്കാനായിട്ട്. അതൊരു ടാസ്ക് തന്നെയാണ്. ഇടിഞ്ചക്ക ചതയ്ക്കുന്നു. ഇടിഞ്ചക്ക നമ്മുടെ ചക്ക സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചെയ്തതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇടിഞ്ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഒരിക്കൽ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പണി കൂടുതലായതുകൊണ്ട് അതങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാറില്ല. എങ്കിലും ഈ തോരൻ അതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ് കേട്ടോ.